السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا فكنتم أزواجا ثلاثا فأصحاب الميمنة. അധികാര രാഷ്ട്രീയത്തിനും ആത്മീയ സ്നേഹത്തിനും അർത്ഥമോഹത്തിനും വേണ്ടി മഹാത്മാക്കളെ ബലിയർപ്പിക്കാൻ മടിക്കാത്ത ഒരു കൂട്ടം യോദ്ധാസന്മാർക്കിടയിലാണ് നാം ഇന്ന് അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാസിഡ് ഭൂമിയിൽ പ്രവാചക സ്നേഹം സ്വഹാബികളിലേക്ക് എന്ന വിഷയം ഏറെ പ്രാധാന്യവും ഉചിതവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, സബൽ സമൃദ്ധത്തിന്റെ സാഹചര്യങ്ങളും അർത്ഥമോഹത്തിന്റെ പാട്ടുമുത്തുകളിലും കാലത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജ്റ ചെയ്ത വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ വേളയിൽ ദാഹത്താൽ ഹൃദയം മറപ്പനമുട്ടുകയായിരുന്നു. കിട്ടിയ പാൽ റസൂലിന് വെച്ച് നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുന്നത് കണ്ട് ആനന്ദ ലഹളയിൽ മതി മറന്ന വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അജ്വാമന സലാത്ത് ചൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബ്ലീസ് അണ്ടകടാഹം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് അജ്വാമന സലാത്ത് ചൊല്ലി കാത്തിരുന്നൊരു രാവ് ഇബ്ലീസ് അണ്ടകടാഹം മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നബിയോരെ തിരുജന്മ പിറവിയിൽ താരം അത് ഓതി തിളങ്ങിയിടുന്നേ. തങ്ങൾ തലമുള്ള കടലിൽ തിരകൾ തഴുകുന്ന തെളിയുന്ന ബദലിൽ ചിരിമറച്ചവരും തോരാമഴ പോലെ പുണരുന്നോരേ പടർന്നവരേ. ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. യും അക്രമവും ആധിപത്യം നേടുകയും പാരസ്പര്യബോധം അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനവ സാഹചര്യത്തിൽ മുഹമ്മദ് നബി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന വിഷയത്തെ ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്നേഹവും കാരുണ്യവും പ്രവാചകരുടെ മുഖമുദ്രയായിരുന്നു. സ്നേഹത്തിന്റെ എല്ലാ നിമിത്തങ്ങളും സമഗ്രവും സമ്പൂർണമായി ഒത്തുചേർന്ന ഒരേ നേതാവ്. പരസ്പരം സ്നേഹിക്കാൻ ലോകത്തെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അനുരാഗം മാർദ്ദതയും വരഞ്ഞുകൊണ്ടിഞ്ഞ 6-ാം നൂറ്റാണ്ടിൽ പ്രപഞ്ചത്തോളം വിശാലമായ സ്നേഹവും ദയവായ്പിന് ഉജ്ജ്വലമായ സന്ദേശവുമായി അവിടുന്ന് വന്നു. പരസ്പര സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും കടുത്ത പകയുടെയും ഭീതിയിൽ നിന്ന് അറബ് ജനതയെ പരസ്പര സ്നേഹത്തിന്റെയും
പരസ്പര സ്നേഹത്തിന്റെയും ഗുണകാംക്ഷയുടെ ഉത്തുംഗത്തിലേക്ക് ആനയിച്ചത് തിരുനബിക്ക് അവരോടുള്ള അനുഭവമായ സ്നേഹമായിട്ടുകൊണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹ്മൂദെ കണ്ടാൽ ഞാനെങ്ങ് തളരും, മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരെ മടിയിൽ തലചായ്ക്കുമോ, കണ്ണേ കണ്ണേ കൊതി തീരുമോ, കനിവോരെ മണ്ണിൽ നീ വീഴുമോ, പുറംതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ, നബിയേ മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ, നബിയേ മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹ്മൂദെ കണ്ടാൽ ഞാനെങ്ങ് തളരും. ഓ ഓ പൂവിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത, പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങന, പൂവിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത, പൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങന, ജന്നത്തുൽ ബഖീഅടിയിൽ സുവർഗമാ, ജന്നത്തിൽ സലാം പറഞ്ഞാൽ സുഗന്ധമാ, മൗത്തിനല്ല എങ്കിൽ ഞാൻ മദീനയിലില്ല, മുത്തിനോട് യാത്ര ചൊല്ലി പോരുകയില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق إنا زينا السماء الدنيا بزينة القواطب. والسلام على أشرف المرسلين أما بعد. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അല്ലാഹു തആല തന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കുക. കുടുംബ ബന്ധം കൂട്ടിയിണക്കുക എന്നത് ഇസ്ലാമിക ബാലപാഠങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രാരംഭകാലം തൊട്ട് കുടുംബബന്ധം കൂട്ടിയിണക്കാൻ പ്രവാചകൻ ആളുകളോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രമുഖ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുടുംബബന്ധം വിച്ഛേദിച്ച ആളുടെ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനും ദൈവകാരുണ്യത്തിന്റെ അർഹനാകുന്നതിനും വിഘാതമാണെന്ന് അദ്ദേഹം കരുതി. അസ്സലാമു അലൈക്കും. ഖൈറു പൂത്ത പൂമരം നബി തിരുനെല്ലിൻ ഫലം, ഏകിയാകെയും ഗുണം മധുരിതറുവിൻ വരം, വരികളിലൊരുകിയതായി നബി തിരുനൂറിൻ മാതൃകാൽ, സന്നിധി പോകാൻ മോഹമായി വരികളിലൊരുകിയതാകമായി നബി തിരുനൂറിൻ മാതൃകാൽ, സന്നിധി പോകാൻ മോഹമായി അഴകൊത്ത മഹമൂദിൻ അരികത്തായണേണം, അഴകൊത്ത മഹമൂദിൻ അരികത്തായണേണം, വരികളിലൊഴുകിയ നബി തിരുനൂറിൻ മാതൃകാൽ, മുന്തിയൊരു സുമിത്താളമായി സന്നിധി പോകാൻ മോഹമായി. أعوذ بالله
والمصدقين والمصدقات والصائمين والصائمات. രസിക്കും അമ്പിയരാജാവി തിരുമുഖമായി കാട്ടണേ ഇമ്മതോടെ തുമ്പികളായി പാരം തമ്മിൽ വകീൽ ചേർക്കണേ അമ്പരമാകെ തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും ഈ രാജാവി തിരുമുഖമായി കാട്ടണേ ഇമ്മതോടെ തുമ്പികളായി പാരം തമ്മിൽ തിരുമുഖ വകീൽ ചേർക്കണേ അതിൽ ബന്ധം കൊണ്ട് നടന്നാൽ എന്തൊരു ചന്തം സുഖാനെ അതിനെ ബന്ധം കൊണ്ട് മരിച്ചാൽ എന്തൊരു ഭാഗ്യം റഹ്മാനെ അമ്പരമാകെ തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും അമ്പിയ രാജാവിൻ തിരുമുഖമായി കാട്ടണേ ഇമ്പമതോടെ തുമ്പികളായി പാറും തമ്മിലും അതിൽ ചേർക്കണേ ആരാരും തുണയില്ലാത്ത ഗന്ധ കരയുമ്പോൾ അകതാരിൽ തഴുകുന്ന നൂറേ എൻ്റെ ആളുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇരുന്നിട്ട് ആശ്വാസം പകരുന്ന ജീവേ ആരാരും തുണയില്ലാത്ത ഗന്ധ കരയുമ്പോൾ അകതാരിൽ തഴുകുന്ന നൂറേ എൻ്റെ ആളുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇരുന്നിട്ട് ആശ്വാസം പകരുന്ന ജീവേ പണ്ടേ മദീനയിൽ പാടി ഞാൻ പേരിൽ ഹബീബിന്റെ ആദിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂ കണ്ടില്ലേ ഞാൻ എന്ത് മാതിരായി എന്നും മുഹിബിന്റെ മുന്നിൽ മതേത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറിലായി ഒന്നും നേതാവിൻ്റെ ചാൻ അന്നില്ലേ നാളെ എന്താ ബേജാറിലായി പണ്ടേ മദീനയിൽ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ആദിമാ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂ കണ്ടില്ലേ ഞാനിന്ന് മാതിരായി. من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا حبيبنا محمد صلى الله عليه وسلم سيد الأولين والآخرين وعلى آله وصحبه المتقين أجمعين أما بعد. قال الله تعالى ولا يجرمنكم شنآن قوم ألا تعدلوا اعدلوا وأقربوا للتقوى. أساتذتي أجلاء وزملائي أحبة في هذه أمانة سعيدة أريد أن أستكتب أنباءكم إلى موضوع مهم حياة نبينا صلى الله عليه وسلم كحاكم. أحمد الله الذي منحني هذه فرصة العاطرة. الحمد لله على كل حال في كل مقام. إخوتي أعزة النبي صلى الله عليه وسلم أرسل جميع حكام مجتمعات العالمية. كيفية حكم إقليمه وشربه مثل معايير الأخلاق كعدل المساواة في تنفيذ الأحكام وتعايش الدين بين شعوبه منتمين إلى مختلف الأديان. പ്രപഞ്ചം തീർത്തവരെ പ്രപഞ്ചിന്തുന്നൊരു ശംസും കമറും തന്നവനെ പ്രപഞ്ചിന്തുന്നൊരു ശംസും കമറും തന്നവനെ പ്രതിസന്ധികൾ
തീർത്തവനെ പാവനം നിൻവാസഹൃദയം തേടിടും നേരം പൂവനന്താരുണ്യം പാൽക്കടൽ തീരം ജീവജാലം മാത്രമല്ലേ താരം ഭാവതീവ്രതയോടെ വാഴ്ത്തുകയല്ലോ. അൽഹംദുലില്ലാഹ്. قال الله تعالى في القرآن الكريم بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. പ്രിയമുള്ള ദീനി വിശ്വാസികൾ, അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആരാണ് അല്ലാഹുവിന്റെ അടിമ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വർഗ്ഗം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അറബിയിൽ പ്രിയമുള്ളവരെ, അറബിയിൽ എന്ന പദത്തിന് നാം അർത്ഥം കൊടുക്കാനുള്ള അടിമ എന്നാണ്. മനുഷ്യരെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. മനുഷ്യർക്കും അല്ലാഹുവിനും ഇടയിൽ ബന്ധമുള്ളതായി നാം എല്ലാം വിശ്വസിക്കുന്നു. എന്നാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ആരാണ്? അല്ലാഹു ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലൂടെ പറയുന്നത് നോക്കൂ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദ് ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഭൂമിയിൽ വിനയത്തോടെ നടക്കുകയും അനാവശ്യ സംസാരങ്ങളിൽ വിട്ടിരിക്കുന്നവരുമാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമ. ഇവിടെ കേവലം അടിമ എന്ന വാക്കിനപ്പുറം അല്ലാഹുവിനെ ഭയപ്പെട്ട് സ്വന്തം ജീവിതം നാഥന് വേണ്ടി സമർപ്പിക്കുന്ന വിനയാപിതനായ മനുഷ്യനാണ് അല്ലാഹു അടിമ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാം തുടങ്ങിയ ആയത്തുകളിൽ അല്ലാഹു തന്റെ ഖുർആനിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പകരം അടിമ എന്ന് വിളിക്കാൻ താൽപര്യപ്പെട്ടത്. മുത്തായ റസൂലിന്റെ മീലാദിന്റെ മുഹിബീൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാൻ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചി തൂകി മദീന മിന്നി. മുത്തായ റസൂലിന്റെ മീലാദിന്റെ മുഹിബീൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മായത്തിൽ വിരിമാൻ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചി തൂകി മദീന മിന്നി. കുല്ലു സേറിൽ അയ്യാങ്ങളിൽ പോരസം കൂടിയ രാവാണ് അൽഫലൈലുൽ ഖദർ മേലെ പുണ്യമുള്ള രാവാണ്. ആമിന ഉമ്മ റഹ്മത്തേറ്റ മെയ്തരങ്ങിയ ദിനമാണ്. ലോകർക്കെങ്ങും റഹ്മത്തായി മുത്തിൻ ദിനം അത് ഒന്നാണ്. മുത്തായ റസൂലിന്റെ മീലാദിന്റെ മുഹിബി മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വിരിമാൻ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിൽ തൂകി മദീന മിന്നി. ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാം ബദരീങ്ങൾ കരുത്തായി ഈമാനിന്റെ തിളക്കും വീര്യം കൊണ്ട് കവചം പണിഞ്ഞാര ശുഹദാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാഹുവിന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാഹുവിന്റെ മഹാത്മാക്കൾ. ബദറിൻ കളത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാം ബദരീങ്ങൾ കരുത്തായി ഈമാനിന്റെ തിളക്കും വീര്യം കൊണ്ട് കവചം പണിഞ്ഞാര ശുഹദാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാഹുവിന്റെ മഹാത്മാക്കൾ. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ومن الناس من يشتري لهو الحديث ليضل
ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. إلى الآخرة نجا من تجلى نما إلى الآخرة نجا من تجلى أنزل بشر بالقرآن أنقذنا من النيران أنزل بشر بالقرآن أنقذنا من النيران يا رسول الله داعيا لله يا رسول الله داعيا لله يا مجيب الله أتى رسول الله إلى الحق جل أتى رسول الله إلى الحق جل വികഞ്ചിരി മധുമണികൾ സൂര്യശോഭത്തിനോടെ താരങ്ങൾ വിരലിടുമാസുവരസതാളങ്ങൾ സ്നേഹമാനസ പൊൻവളകൾ മാനത്തെ കൂട്ടിലെ സുന്ദരിയായില്ലാതെ താഴത്തെ വീട്ടിലെ പുഞ്ചിൽ കണ്ണിൽ പാടി മാനത്തെ കൂട്ടിലെ സുന്ദരിയായില്ലാതെ താഴത്തെ വീട്ടിലെ പുഞ്ചിൽ കണ്ണിൽ പാടി قال الرسول الصدق يهدي إلى البر والبر يهدي إلى الجنة. Dear brothers, in the name of Allah, I want to deliver a speech on the topic truthfulness leads to paradise. Yes, lack of truthfulness is the sickness that our societies suffer from our nowadays. Truth builds the beautiful character. Yes, that is Holy Prophet said. As-sidqu yahdi ila birri wal birru yahdi ila jannah. The truthfulness leads to goodness and that goodness leads to heaven. And later, Prophet said, Al-kadhiba fujuru wal fujuru yahdi ila nar. Like this debauchery and debauchery leads to hellfire. കൽബ് കൊണ്ട് ജ്ഞാനം കണ്ട് കാമിലായ പൂച്ചെണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുപാട്ട് കൽബ് കൊണ്ട് ജ്ഞാനം കണ്ട് കാമിലായ പൂച്ചെണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുപാട്ട് മന്ദമാരുതനൊഴുകിയ തീരം മന്ദമാരുതനൊഴുകിയ തീരം പുണ്യദൈവ പൊന്താരം പുണ്യദൈവ പൊന്താരം കൽബ് കൊണ്ട് ഞാൻ കൊണ്ട് കാമിയായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുര